ഹായ് ഫ്രണ്ട്സ്, മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ കാണാൻ കഴിയുള്ളൂ. നമ്മുടെ മഹാലക്ഷ്മിയെ, നമ്മുടെ കരുണയെ എല്ലാവരും ഇപ്പോൾ ഭയങ്കര പേടിയോടെയാണ് കാണുന്നത് തന്നെ. കാരണം കരുണയുടെ ജീവൻ വലിയൊരു ആപത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കരുണയെ രക്ഷിക്കാൻ ഇനി ആ മൂപ്പന് മാത്രമേ സാധിക്കുകയുള്ളൂ. മൂപ്പനാണെങ്കിൽ എവിടെയാണെന്ന് പോലും ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും ആണെങ്കിൽ മൂപ്പനെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. അവസാനം മൂപ്പൻ എവിടെയാണെന്ന് അവരങ്ങ് കണ്ടുപിടിച്ചു. അവസാനം അവർ കണ്ടുപിടിച്ചപ്പോൾ മൂപ്പനോട് കാര്യങ്ങളെക്കുറിച്ച് എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. മൂപ്പൻ പറയുന്നുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഉള്ളിൽ എത്തണം, അല്ലെങ്കിൽ മരണം ഉറപ്പാണ്. ഒരിക്കലും പിന്നീട് ഒരു റിക്കവറി ഉണ്ടാവില്ല ആ കുട്ടിക്ക്. എന്തായാലും ഇതൊക്കെ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളല്ലായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇത് മാറിക്കുടിച്ചാൽ അപകടം തന്നെയാണ്. ഡോക്ടർമാർക്ക് പോലും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചുമോളെ രക്ഷിക്കണം, പാവമാണ് എൻ്റെ മോള് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മൂപ്പൻ പറയുന്നുണ്ട്, പ്രതീക്ഷിക്കാതെ തന്നെ നമുക്കൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്നാലും ഈ ഒരു മരുന്ന് ഉള്ളിൽ ചെന്നാൽ കുറച്ചൊക്കെ ഭേദമാവും. കാരണം അത് ശരീരത്തിൽ ഓരോ ഞരമ്പിലേക്കും ആ മരുന്ന് എത്തിയാൽ പിന്നീട് ഒരിക്കലും ഒരു റിക്കവറി ഉണ്ടാവില്ല എന്നൊക്കെ മൂപ്പൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂപ്പനോട് മുത്തശ്ശി പറയുന്നുണ്ട്, ഈ മരുന്ന് എത്രയും പെട്ടെന്നാണോ ഉള്ളിൽ ചെല്ലേണ്ടത്, എന്തെങ്കിലും വേറെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. മൂപ്പൻ പറയുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ഇത് മരുന്ന് അവളുടെ വായിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കൊണ്ടു കൊടുക്കാനും മൂപ്പൻ നമ്മുടെ പ്രതാപനോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മൂപ്പൻ്റെ കയ്യിൽ നിന്നും മരുന്നൊക്കെ വാങ്ങി നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ഡോക്ടറെ അടിയിൽ പോകുന്നുണ്ട്. ഡോക്ടറോട് പറയുന്നുണ്ട്, ഈ മരുന്ന് എൻ്റെ കുഞ്ഞിന് കൊടുക്കണം, കാരണം ഈ മരുന്ന് കൊടുത്താൽ മാത്രമേ അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ മുത്തശ്ശി പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഡോക്ടറാണെങ്കിൽ എന്താ പറയുന്നത് എന്ന് മനസ്സിലാവാതെ, എന്താ നിങ്ങൾ ഈ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്കറിയാമായിരുന്നോ കുട്ടി എന്ത് മരുന്നാണ് കഴിച്ചത്, എന്തിനാണ് ആ കുട്ടിയുടെ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്നൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും സാധ്യമല്ല ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇത് ഞാൻ പോലീസിനെ അറിയിക്കുകയാണ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, ഇത് എന്തിൻ്റെ മരുന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് പ്രതാപൻ പറയുന്നുണ്ട്, ഇത് ഒരു കൂട്ടുമരുന്നാണ്, ഈ മരുന്ന് മാത്രം ചെന്നാൽ മാത്രമേ അവൾക്ക് ജീവനോടെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാമായിരുന്നോ ആ കുട്ടി എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് ഡോക്ടർ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡോക്ടറോട് നമ്മുടെ പ്രധാനം പറയുന്നുണ്ട്, ആ മരുന്ന് അറിയായിരുന്നു, പക്ഷെങ്കിൽ അത് കരുണമോൾക്ക് കൊടുത്ത മരുന്നല്ല, വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളെന്താ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇവിടെ വന്ന് നാടകം കളിക്കുകയാണോ എന്നൊക്കെ പ്രധാനോട് പറയുന്നുണ്ട്. ഡോക്ടർക്കാണെങ്കിൽ നല്ല കാലിൻ്റെ അടിയിൽ നിന്ന് തന്നെ തരിപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ദേഷ്യമായിട്ട്. ഡോക്ടറാണെങ്കിൽ ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ മരുന്ന് അവളുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ അവൾക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ, ഓരോ സമയവും വൈകിക്കൊണ്ടിരിക്കുകയാണ്, അവൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഡോക്ടറോട് ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഈ മരുന്നല്ല ഒരു മരുന്നും എനിക്ക് സാധ്യമല്ല കൊടുക്കാൻ, കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, കാരണം ഞാനൊരു ഡോക്ടറാണ്. ഈ മരുന്ന് ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ കോടതിയിൽ മൊഴി എൻ്റെ പേരായിരിക്കും കൊടുക്കുക, പിന്നെ എനിക്കിവിടെ ജോലി കാണില്ല. നിങ്ങൾ പറയുന്ന പോലെയല്ല, നമുക്ക് എന്തായാലും പോലീസിനെ വിവരം അറിയിക്കാം, കാരണം നിങ്ങൾ അത്രമാത്രം കുറ്റമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മകളെ കൊല്ലാനല്ല നിങ്ങൾ ശ്രമിച്ചതെന്ന്, പിന്നെ ആ കുഞ്ഞിനെ കൊല്ലാനാണോ നിങ്ങൾ ശ്രമിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഡോക്ടർ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളിവിടെ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഈ മരുന്ന് ആ കുട്ടിക്ക് ഒരിക്കലും എനിക്ക് കൊടുക്കാൻ സാധ്യമല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ, ഞാൻ പോലീസിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല ഡോക്ടറെ, അവൾക്ക് ഓരോ സമയവും കഴിയും തോറും അവളുടെ ജീവൻ ആപത്തായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, ഇവിടുന്ന് നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിൽ വേണേൽ കൊണ്ടുപോകാം, എനിക്ക് എന്തായാലും ഇവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾക്ക് അവളെ രക്ഷിക്കണമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്, കാരണം മരുന്ന് കൊടുത്തത് നിങ്ങളാണ്, ആ മറുമരുന്ന് കണ്ടുപിടിച്ചത് നിങ്ങളാണ്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം ചെയ്തുകൂടായിരുന്നു, എന്തിനാ എന്നെയും കൂടെ കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടറാണെങ്കിലും. അങ്ങനെ ഡോക്ടർ കൂടെ നമ്മുടെ ഉണ്ണിയും കൂടിയിരിക്കുകയാണ്. കാരണം ഉണ്ണി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മുത്തശ്ശിയും പ്രതാപനൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കരുണയ്ക്ക് ആ മരുന്ന് കൊടുത്തതാണ്. കാരണം കരുണയ്ക്കൊരു കുഞ്ഞിനെ നോക്കാനുള്ള പക്വത ആയിട്ടില്ലെന്ന് നമ്മുടെ കരുണ എപ്പോഴും പറയുന്നത് നമ്മുടെ ഉണ്ണി കേട്ടിട്ടുണ്ട്. അതുപോലെ മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്, ഒരു കുട്ടിയെ ഒന്നും നോക്കാനുള്ള ഒരിത് അവൾക്കായിട്ടില്ല എന്ന് പറയുന്നുണ്ട്.
അപ്പം ഉണ്ണി ഇപ്പോൾ ഡോക്ടറെ കൂടെയാണ് നിൽക്കുന്നത്. ഉണ്ണിയോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇത് വല്ലതും തനിക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഉണ്ണി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, കാരണം അവളുടെ അമ്മയുടെ പിറന്നാളിനെ സംബന്ധിച്ച് അവളുടെ വീട്ടിലോട്ട് പോയതാണ്, അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്, അതുകൊണ്ട് എനിക്കൊന്നും തന്നെ അറിയില്ല ഡോക്ടറെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ മുമ്പിൽ നമ്മുടെ ഉണ്ണി നല്ലവനാണ്, ഉണ്ണി ഒന്നും അറിയാത്ത ഒരാളായിട്ടാണ് ഉണ്ണിയോടെ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ പ്രധാൻ പറയുന്നുണ്ട്, നിങ്ങൾ പോലീസിനെ വിളിക്കുമോ പട്ടാളത്തിനെ വിളിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞാൻ എന്തായാലും ജയിലിലോട്ട് പൊക്കോളാം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കുക, ഈ മരുന്ന് അവൾക്ക് കൊടുത്താൽ മാത്രമേ അവൾ ജീവിതത്തിൽ തിരിച്ചു വരുള്ളൂ. അങ്ങനെ കാല് പിടിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും ഒക്കെ ആണെങ്കിൽ. ഇനിയിപ്പോൾ വല്ല അറിയാതെയും കൊടുത്തതാവോ എന്നുള്ള സംശയം നമ്മുടെ ഡോക്ടറിന് ഉണ്ടാവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഒരു അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു മോൾക്ക് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടെന്ന് നമ്മുടെ ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ തൻ്റെ പണി പോവോ എന്നുള്ള പേടിയും നമ്മുടെ ഡോക്ടർക്കുണ്ട്. പക്ഷേങ്കിൽ വൈദ്യൻ കൊടുത്ത സമയം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം വൈദ്യൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ ആ മരുന്ന് ഉള്ളിൽ ചെന്നാൽ മാത്രമേ അസുഖം ഭേദമാവുള്ളൂ. അതും ഒരു സംശയത്തിലാണ് നമ്മുടെ വൈദ്യൻ പറയുന്നത് തന്നെ. പക്ഷേങ്കിൽ ഇത്രയും സമയമായിട്ട് നമ്മുടെ കരുണയ്ക്ക് ആ മരുന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കരുണയുടെ ജീവൻ ആപത്തിലാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ ദുർഗയാണെങ്കിൽ ഭയങ്കര പൊട്ടിത്തേറി, നീ കാരണമാണ് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പുണ്ടാക്കുകയാണ് അവിടെ വീട്ടിലാണെങ്കിൽ. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് 2 പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷേ കണ്ണൻ വീൽ ചെയറിലാണല്ലോ, എഴുന്നേറ്റാൽ ഇനിയിപ്പോൾ അവർക്ക് മനസ്സിലായാലോ ഇനിയിപ്പോൾ തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതെങ്ങനെയും മുടക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മുടെ ദുർഗയൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് കണ്ണൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ മഹാലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും അവിടെ നിന്ന് മാറി അങ്ങ് പോകുന്നുണ്ട്. കാരണം അവർക്കൊന്നിനും വയ്യ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തന്നെ കാണണം, അത് മരിച്ചെന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല എന്നൊക്കെ ഉണ്ണി ഇങ്ങനെ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.